പിന്നെ ഡിയേഴ്സ് കുട്ടികൾസിന് കളിക്കാനുള്ള റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു കാർ കണ്ടപ്പോൾ ജസ്റ്റ് ഫേസ് ബേബിനെ അതിലൊന്ന് ഇരുത്തി കൊടുത്തു കേട്ടോ. ഇരുത്തിയത് തന്നെ ഓർമ്മയുള്ളൂ. പിന്നെ ആളാദ്യം തന്നെ എണീക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ആൾക്ക് എല്ലാം ഇഷ്ടമായി. അതിലിരുന്നുകൊണ്ട് നമ്മളങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾസിൻ്റെ കളിയൊക്കെ കണ്ടപ്പോഴാട്ടോ നമുക്കും ജസ്റ്റ് ആ ഒരു ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു ഇഷ്ടം തോന്നി കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞു നിന്നപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് കയറിയേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും കയറി കേട്ടോ. ഞാനും എൻ്റെ രണ്ടാമത്തെ മക്കളുമാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം കയറി എന്താ പറയുക സെറ്റായി. മോന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അതിൽ കയറാൻ വേണ്ടിയിട്ട്. അവനക്കൊരു പേടി ഉണ്ടാവില്ല. ഫസ്റ്റ് തന്നെ അവനിരുന്നു. മൂത്തത്തയുടെ കയ്യിലാണ് ഫെസ് ബേബി ഇരുന്നിരുന്നത്. അപ്പോൾ അവനെ കാണിച്ചു കൊടുക്കുക കേട്ടോ എന്നെ. ട്രെയിൻ ഓടി തുടങ്ങിയപ്പോൾ എനിക്ക് ചിരിയാണ് കേട്ടോ വന്നത്. കാരണം അത്രയുള്ള സ്പീഡ് കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. കുട്ടികൾസിന് പറ്റിയ സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഭയങ്കര ചിരിയായിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫെസ് ബേബി എന്നെ കാണുമ്പോൾ ഭയങ്കര കരച്ചിലും ട്രെയിൻ അങ്ങ് എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് ഭയങ്കര വിഷമം. എന്താണ് നടക്കുന്നത് എന്താണെന്നൊന്നും ആൾക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു മുഖം കരച്ചൽ മുഖമായിട്ടാണ് കേട്ടോ തട കയ്യിൽ അവനിരിക്കുന്നത്.